പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നവംബർ 21-ാം തീയതിയാണ്. നമുക്ക് പ്രത്യക്ഷീണ പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കൃപയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും അമ്മയെ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അങ്ങ് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ നിയോഗം ഓർക്കണേ. ഇന്നത്തെ ആവശ്യമാണ് കേട്ടോ നിയോഗം എന്ന് പറയണത്. എത്ര ആവശ്യങ്ങളുണ്ടോ അതെല്ലാം, പണപരമാകാം, ആരോഗ്യപരമാകാം, ജോലിപരമാകാം, യാത്രാപരമാകാം, എല്ലാം ഓർക്കുക. എല്ലാവരും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ശിരസ്സ് നമിച്ച് കൈകൾ കുപ്പി നമുക്ക് പ്രാർത്ഥന, അഭിഷേക പ്രാർത്ഥന സ്വീകരിക്കാം. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. ഈശോ 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഈശോ കൃപാസന ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ കർത്താവ്, രോഗികളുടെ പീഡിതരുണ്ടായിട്ടുള്ള കർത്താവെ, അവരെല്ലാം നീ ആശ്വസിപ്പിക്കണം. ഈശോയെ സാമ്പത്തികമായി ഞെരുക്കമുള്ളവരുണ്ട്. ഈശോയെ സാമ്പത്തിക ബാധ്യതകളുണ്ട്. ഈശോയെ ജപ്തി നടപടി വന്നു പോയവരുണ്ട്. ഈശോയെ ജപ്തി നടപടി അകപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഈശോയെ സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട്. ഈശോയെ വീട് വിൽക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ട്. ഈശോയെ വീട് വിൽക്കാതെ തന്നെ കടങ്ങൾ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ഈശോയെ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പക്ഷേ ക്രിസ്മസ് എന്തോ ഉദ്ദേശിച്ചുകൊണ്ട് കർത്താവ് എന്തോ വലിയ തീരുമാനങ്ങൾ എടുക്കണം മനുഷ്യരെ കാണുന്നുണ്ട്. ഈശോയെ 6 ദിവസങ്ങൾ നടക്കേണ്ട വലിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഉൾക്കണ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ അതെല്ലാം സ്വാഭാവിക പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ കരുണ നിങ്ങളൊക്കെ ആവശ്യിക്കട്ടെ. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കൃപാസ്ഥാനത്താരെ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനശക്തിയാൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉദര രോഗികളെ നീ ആശ്വസിപ്പിക്കണേ കർത്താവേ, ശ്വാസകോശ രോഗികളെ നീ സൗഖ്യപ്പെടുത്തണേ കർത്താവേ, തൊണ്ട രോഗികളെ നീ ആശ്വസിപ്പിക്കണേ കർത്താവേ,
ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളും പേശികളുടെയും ഹൃദയത്തിലും കർത്താവ് രോഗാതുരമായ ഹൃദയങ്ങളുണ്ട് കർത്താവ്, അവിടെ എല്ലാം സ്പർശങ്ങൾ കർത്താവ്, അവിടെ എല്ലാം കർത്താവ് ഹൃദയത്തിൻ്റെ അസുഖങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുണ്ട് ഈശോയെ, അവരെല്ലാം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഈശോയെ. കർത്താവ് അവരുടെ ജീവിതത്തിലെല്ലാം കർത്താവിൻ്റെ വലിയ ദൈവികമായ ശക്തി അവർക്ക് ആവശ്യപ്പെട്ട് കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, പാങ്ക്രിയാസ് രോഗികൾ, ഗർഭാശയ രോഗികൾ, കർത്താവ് സ്രാവരോഗരുണ്ട്, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ, കർത്താവ് എപ്പോഴും ഉദരത്തിൽ നിന്ന് പഴുപ്പ് പോണവരുണ്ട് ഈശോയെ. അപ്പോൾ തന്നെ അറിയാതെ മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ട്. കിടന്ന കിടപ്പിൽ തന്നെ ഇതൊക്കെ സംഭവിക്കുന്നത് അത്രയും ആഗ്രഹം പിടിച്ച് സങ്കടപ്പെടുന്ന ഒത്തിരി മനുഷ്യരെ സങ്കടത്തോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവിടെ മേലെ അങ്ങനെ വലിയ കൃപ നൽകണ കർത്താവ്. സഹായിക്കാൻ ആരുമില്ല എന്ന ഇരുട്ട് ജോലിയുള്ള വീടുകളിൽ മാതാപിതാക്കൾ ജീവിക്കുന്നവർ അവരുടെ ജോലിയുടെ കാഠിന്യം കാരണം അവർ ക്ഷീണിച്ച് വയ്ക്കും, ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതിരിക്കുകയും അവിടെ മനസ്സിൻ്റെ ടെൻഷൻ അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ ഉള്ളവരുണ്ട് ഈശോയെ, അവരെല്ലാം നീ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാരുടെ യുഗതയാൽ മക്കളില്ലാത്തവരെ കർത്താവ് മക്കൾ നൽകി അനുഗ്രഹിക്കട്ടെ. വിവാഹം ഒത്തുവരാത്തവർക്ക് വിവാഹം നൽകട്ടെ. വസ്തുപുരയുടെ വിട്ടുമാറാത്തവർ, വസ്തുവില്ലാത്തവർ, വീടിരിപ്പ് സ്ഥലമില്ലാത്തവരും എല്ലാം കർത്താവിൻ്റെ നാമം സന്ധിക്കപ്പെടുകയും ആധ്യാത്മികമായ ദാരിദ്ര്യവും പ്രാർത്ഥനക്കുറവും അനുഭവിക്കുന്നവരുടെ വിശ്വാസം കുറഞ്ഞിട്ടുള്ള മേലെല്ലാം കർത്താവിൻ്റെ ചൈതന്യം ഒഴുകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് കാണുന്നത് ഒരു വലിയ ഒരു ഇടപെടലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ എങ്ങനെ സമീപിക്കാൻ കഴിയും. അതിൻ്റെ ഒന്നാമത്തെ വായനയ്ക്ക് വരുന്നത് ഇന്ന് വ്യാഴാഴ്ച യോഹന്നാന്റെ സുവിശേഷം 21-7 വാക്യമാണ് ധ്യാനത്തിൽ വെച്ചിരിക്കുന്നത്. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. ഇത് ഒരു വല്ലാത്ത ആധ്യാത്മികതയാണ്. യോഹന്നാൻ ഭയങ്കര ബുദ്ധിജീവിയാണ്, പുള്ളി നല്ല തിയോളജിയനാണ്. പക്ഷെ പുള്ളിക്കാരൻ ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങത്തില്ല. തെങ്ങിൻ ചേരുന്ന പെണ്ണും കൊണ്ടുപോയതൊക്കെ പറയുന്നത് മണ്ണും ചേരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞവരാണ് 10 ദിവസത്തിൻ്റെ അവസ്ഥ. 10 ദിവസത്തിന് വലിയ ദൈവശാസ്ത്രമൊന്നും ഇല്ല. ചുമ്മാ പുള്ളിക്കാരൻ തുണിയില്ലാതെ അവിടെ വള്ളത്തിലിരിക്കുമ്പോഴാണ് വെള്ളത്തെ മോരിക്കിരിക്കുന്നത്, അണിയത്തിരിക്കുന്നത്. അപ്പോഴുണ്ട് ഞാൻ ഈ സ്ഥലത്ത് പോയിട്ടുള്ളതാണ്. ഏതാണ്ട് 200 മുഴയുള്ളതെന്നൊക്കെ പറഞ്ഞാൽ ശരിയാണത്. അതായത് തിരുവനന്തപുരം തീരത്ത്, അതായത് അവിടെ ഈ വളരെ വെള്ളം ഇങ്ങനെ ഇരുട്ടിങ്ങനെ മാഞ്ഞു വരുന്ന സമയത്താണ് കർത്താവ് വെളുപ്പിന് വരണത്. ഇപ്പം കർത്താവിനുള്ള സ്നേഹങ്ങളൊക്കെ കാരണം, അടുപ്പമൊക്കെ കാരണം, കർത്താവിൻ്റെ ഒരു ആകാരം കണ്ടപ്പോൾ തന്നെ യോഹന്നാൻ ആളെ മനസ്സിലായി. ഉടനെ യോഹന്നാൻ പറയും, ദാറ്റ് ഇസ് ലോർഡ്. അപ്പോൾ കർത്താവ് ഉയർത്തുന്നതിന് ശേഷമുള്ള കാഴ്ചയാണ്, അത് വല്ലാത്തൊരു കാഴ്ചയാണ്. ദാറ്റ് ഇസ് ലോർഡ്, അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ എന്ത് പറ്റി? അത് കർത്താവാണെന്ന് കേട്ടതേ ഉള്ളൂ. അത് 10 ദിവസം അപ്പോഴും കണ്ടില്ല, ഒരുത്തം പറഞ്ഞ് കേട്ടതാണ്. ഈ ദൈവവചനം കണ്ട് വായിക്കുന്നവരും കണ്ട് മനസ്സിലാക്കുന്നവരും അതിന് അന്തരാർത്ഥം അറിയുന്നവരും കാണുന്നവരാണ്. പ്രസംഗം കേട്ടാണ് ചില ആൾക്കാർ കർത്താവിലേക്ക് വരുന്നത്. കേട്ടവരുടെ വെപ്രാളം കണ്ടു നോക്കി, കാണുന്നവരും കേൾക്കുന്നവരും ഭയങ്കര വ്യത്യാസമുണ്ട്. പത്രോസ് അത് കർത്താവാണ് കേട്ടതോടുകൂടി താൻ നഗ്നനാണ് മനസ്സിലായി. ഒരു പുറങ്കുപ്പായം എടുത്തിട്ട് ഒറ്റ ചാട്ടപ്പടത്തിലുണ്ട്. ഞാനങ്ങനെ ഓർക്കണേന്നറിയോ? എന്നിട്ട് എന്നാൽ പത്രോസ് ചാടിയല്ലേ വെള്ളത്തിലിട്ട്. യോഹന്നാൻ എഴുതുമ്പോൾ പരിശുദ്ധാത്മാവാണല്ലോ എഴുതണത്, അതൊരു പണി കൊടുത്തോണ്ടാണ് എഴുതിയിരിക്കണത്. എന്നാൽ മറ്റു ശിഷ്യന്മാരാരും ചാടിയില്ല എന്നാ പറയണത്. എന്നാൽ മറ്റു ശിഷ്യന്മാരാരും ചാടിയില്ല, അവരെ കിട്ടിയ മീനുമായിട്ട് വള്ളത്തിൽ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു അണ്ണന്മാരും ചാടിയില്ലെന്നാണ്, ഒരു പാവപ്പെട്ട ഒരു തരുമ്പത്തെ ചാടിയുള്ളൂ. അതാണ്, അത് നിസ്സാര കാര്യമില്ല. കർത്താവൻ ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടാൻ കഴിയണം. അതാണ്, അവനോടാണ് കർത്താവ് പറയണത്, നീ എൻ്റെ ആടുകളെ മേയ്ക്കുമെന്ന് പറയണത്. പിന്നീട് പറയണതാണ് ദൈവം ഈ നമ്മളെ അറിയണമല്ല പ്രശ്നം,
അറിഞ്ഞിട്ട് എന്ത് ചെയ്തു എന്നുള്ള പ്രശ്നം. അറിയണമല്ല പ്രശ്നം, കർത്താവിനെ അറിയണത് മാത്രമല്ല പ്രശ്നം, അറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു. ഉടമ്പടി അങ്ങനെ പറയണത്, അവൻ പറയണ പോലെ ചെയ്യാൻ. അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, അറിഞ്ഞിട്ട് എന്ത് ചെയ്തു. അവനാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ ശിഷ്യനായി മാറണത്. ഇപ്പം എല്ലാം മനസ്സിലായില്ലേ? താങ്ക് യു. അപ്പം അതുപോലെ ചെയ്താൽ മതി. കാലങ്ങൾ മാറാം, രൂപങ്ങൾ മാറാം, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ വചനങ്ങൾ എല്ലാം നിറവേറാനുള്ളതാണ്. അത് നമ്മുടെ കാലം കഴിഞ്ഞാലും എത്രയോ വർഷം കഴിഞ്ഞാലും കാലം ലോകം അവസാനിക്കുന്ന വരെ വചനം മനുഷ്യൻ്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ വചനത്തെ നിറവേറ്റാനുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ എന്താണ്? ദാറ്റ് ഈസ് കവനൻറ്റ്. അതാണ് ഉടമ്പടിയുടെ ഒരു ബലമെന്ന് പറയണത്. ഉടമ്പടി പ്രകാരമാണ് വചനം നിറവേറുന്നത്. ഒരു പ്രാർത്ഥനാ പ്രകാരം സിംഗിൾ പ്രെയർ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാം സിംഗിൾ ഫേസാണ്. പക്ഷെ ഒരു വചനം എപ്പോഴും നിറവേറുന്നത് ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം വരികയില്ലെന്നാണ് പറയണത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വചനങ്ങളുണ്ട്, ഉടമ്പടി വചനങ്ങൾ. ഇപ്പം ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങളെന്നാണ്, ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം വരികയില്ല. കാര്യം എന്താണ്? ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നിറവേറ്റും. ഇപ്പോഴ് കർത്താവിൻ്റെ വചനത്തിൽ ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നിറവേറ്റും. അതായത് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. മത്തായി 5:18 ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിഷയം അതെല്ലാം പൂർണ്ണമായിട്ട് നിറവേറും. എന്താ കാര്യം? ഉൽപ്പത്തി 28:15 ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി 28:15 സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉൽപ്പത്തി 28:15 നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ. ഒന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞ സ്വരത്തിൽ പറഞ്ഞ് ഇടിമുഴക്കം പോലെ പറഞ്ഞ് നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ വാഗ്ദാന വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഉച്ചരിച്ച് പാടുക. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആര് മറന്നാലും ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? നമ്മൾ വളരെ ആഴമായ രീതിയിൽ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. എന്താണ്? കർത്താവ് എന്നെ കൈവിടത്തില്ല, അതവൻ്റെ വാഗ്ദാനമാണ്. ഒന്ന് പറഞ്ഞേ, കർത്താവ്. കൈ നെഞ്ചത്ത് വെച്ചിട്ട് പറ, കർത്താവ് ഈ കണ്ണീരിന്റെ കാലത്ത് എന്നെ കൈവിടത്തില്ല, എന്റെ കുടുംബത്തെ കൈവിടത്തില്ല. അത് കർത്താവിന്റെ വാഗ്ദാനമാണ്. വാഗ്ദാനങ്ങളിലെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ വാഗ്ദാനങ്ങളിലെ ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ
മറന്നാലും ഒരുമിച്ച് ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഈ ദ പ്രസൻസ്, ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രസൻസ്. നിങ്ങൾ തൈലം എടുക്കുമ്പോൾ എപ്പോഴും പ്രസൻസിനെക്കുറിച്ച്, കർത്താവിൻ്റെ സാന്നിധ്യം, വാഗ്ദാനമുള്ള സാന്നിധ്യം, നീ തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിക്ക് കുരിശ് വരച്ച് ഇറങ്ങുമ്പോൾ തന്നെ നീ നിൻ്റെ മനസ്സിനോട് പറയണം, ആരാണ്? എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അതിനാണ് ഉടമ്പടിയുടെ തൈലം തന്നിരിക്കുന്നത് കർത്താവ്. അതെപ്പോഴും ദാവീദും അങ്ങനെ പറയുമായിരുന്നു, അവിടുന്ന് എൻ്റെ ശിരസ്. ദാവീദും ഉടമ്പടിയുടെ ആളല്ലേ, അങ്ങനത്തെ ഉടമ്പടി പ്രകാരമാണല്ലേ രാജസ്ഥാനം കിട്ടിയത്. അപ്പോൾ ദാവീദും പറയുമായിരുന്നു, എൻ്റെ കർത്താവ് എൻ്റെ ശിരസിൽ എപ്പോഴും തൈലം പൂശും. കാര്യം എന്താണ്? എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. സങ്കീർത്തനം 23:5. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. സന്തോഷത്തോടെ പാടുക. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. 23-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. പറഞ്ഞേ, എന്റെ ശത്രുക്കളുടെ മുമ്പിൽ എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അതായത് ഈ ശിരസ് തൈലം കൊണ്ട് പൂശണത്, അതായത് മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ആ കൂടെയാണ് തൈലപ്പൂശലിലൂടെ നമുക്ക് കിട്ടുന്നത്. തൈലം എപ്പോൾ പൂശാലും ഓർക്കണം, യാക്കോബ് കല്ലിലൊഴിച്ച തൈലം, ദാവീദ് നെറ്റിയിലൊഴിച്ച തൈലം, അഭിഷേക തൈലം, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉറപ്പ് വരുത്തുന്ന ഉടമ്പടിയുടെ തൈലം. അത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. ഒരു നാളും മറക്കുമോ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എനിക്ക് എൻ്റെ സഹോദരനോട് പറയാനുള്ളത്, നിങ്ങൾ ഉടമ്പടി എടുക്കുന്നത് ഒരു പക്ഷേ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടിയാണ്. ജോലി, വീട്, വിവാഹം, പരീക്ഷ, ഇൻ്റർവ്യൂ, അതെ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ പെർട്ടിക്കുലർ തിങ്സ് മാത്രമല്ല. നിങ്ങൾക്ക് പറ്റണ ഒരു അബദ്ധം ഇപ്പോൾ ജപ്തി നടപടിയാണ്. അപ്പോൾ നിങ്ങൾ ജപ്തി നടപടി മാറുക എന്നുള്ള വിഷയത്തിനായിരിക്കും നിങ്ങൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ അതിനേക്കാൾ വലിയ സംഭവം അവിടെ നടക്കുന്നുണ്ട്. എന്താ കാര്യം? നിൻ്റെ ദൈവം നിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ റീജ അഗസ്റ്റിൻ്റെ ഒരു സാക്ഷ്യം ഈ ദിവസങ്ങളിലെ നല്ല സാക്ഷ്യങ്ങളൊന്നാണ്. റീജ അഗസ്റ്റിന് അതായത് അവർ കാനഡയിലാണ്, സിലിക്കൺ വാലിയിൽ. അവർ 10-12 കൊല്ലമായിട്ട് അവിടെയാണ്. അപ്പോൾ അവരുടെ സാക്ഷ്യത്തിൽ ഉള്ള പ്രത്യേകത, അവർക്ക് ഒരു ദിവസം വെളുപ്പിന് 4:30 ഗാരേജിൽ നിന്ന് വണ്ടി എടുക്കണം. കാരണം 5:30ക്കാണ് പോകേണ്ടത്. പക്ഷെ അവിടെ എന്തോ ഒരു ടൈമിൻ്റെ ഒരു ചേഞ്ച്, അവർ ആ രാജ്യത്ത് ക്ലോക്ക് തിരിച്ചു വെക്കുന്ന ടൈം സേവിങ് എന്തോ ഒരു പരിപാടിയുണ്ട്. അത് മൊത്തം അങ്ങനെ ബാധിക്കും. ഒരു 3 മാസമൊക്കെ നിൽക്കും അത്. അപ്പോൾ അതുകൊണ്ട് 5:30ക്ക് പോകേണ്ട ആൾ 4:30ക്ക് പോകണം. അപ്പോൾ 4:30ക്ക് പോയി ഗാരേജിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഭർത്താവാണ് സാധാരണ എടുക്കണത് വണ്ടി. ഗാരേജിൽ നിന്ന് വണ്ടി കൊണ്ടുവരണം, കുറച്ച് ദൂരത്തിലാണ്. ഇപ്പോൾ ഇന്ന് ഹസ്ബൻഡ് പറഞ്ഞിരിക്കുന്നത് നീ പോയി വണ്ടി എടുത്ത് വരാൻ പറഞ്ഞു. 4:30ക്കാണ് വെളുപ്പിന്. അപ്പോൾ വണ്ടി എടുക്കുന്നവർക്ക് പേടിയാണ്.
എങ്കിലും പറഞ്ഞത് കാര്യം അദ്ദേഹം ഇവരൊരുമിച്ച് പോകണം. കാര്യം ഇത് കുറച്ച് 2 മണിക്കൂർ യാത്രയുണ്ട്. അതിനുശേഷമാണ് ജോലി. ഒരു ദിവസം 10 മണിക്കൂർ ജോലിയുണ്ട്. പിന്നെ ടൈറ്റ് ടൈം ടേബിളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജോലി നിനക്ക് പറയണത് പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് വരണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ഷെയർ ചെയ്തല്ലേ ജീവിക്കണത്. അപ്പോൾ ഒരാൾ എടുക്കാൻ പറഞ്ഞാൽ പിന്നെ എനിക്ക് പറ്റത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മളിപ്പോൾ എടുക്കേണ്ടി വരും. വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവർക്ക് പേടിയാണ്, ഇതുവരെയൊക്കെ എടുത്തിട്ടുമില്ല. അങ്ങനെ എനിക്ക് പേടിയാണ് അമ്മയെന്ന് പറഞ്ഞ് ഇവർ വണ്ടി ഗാരേജിൽ കയറി വണ്ടി എടുത്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അടുത്ത സീറ്റിൽ ആ വെളുപ്പം കാലത്ത് ഈ ചാര നിറത്തിലുള്ള സാരിയും ചുറ്റി അമ്മ ഇവളുടെ കൂടെ ഇരിക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ലേ, നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഇപ്പോൾ ഉടമ്പടി ഇങ്ങനെ സഞ്ചരിച്ചു പോണത്. ഞാനും അമ്മ ആദ്യം ഉടമ്പടി തരുമ്പോൾ ഓർത്തില്ല, എനിക്കിതിനെക്കുറിച്ചൊക്കെ അത്ര ആധികാരികമായിട്ട് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഉടമ്പടി അനാദികാലം മുതൽ ദൈവത്തിൻ്റെ വാക്കുകൾ പാലിക്കുന്ന, ദൈവം വാഗ്ദാനം പാലിക്കുന്ന ഒരുപക്ഷെ ഒരേ ഒരു ഫോർമാറ്റാണിത്. ദൈവം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഉടമ്പടി പാലിക്കും. ദൈവം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ നമ്മളും അതുപോലെ നിൽക്കണം. ഇപ്പം നമ്മളോട് പറഞ്ഞില്ലേ, ഇപ്പം ഉൽപ്പത്തി 28 പറഞ്ഞെന്താ പറയണത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം ഞാൻ പാലിക്കുന്നവരെ നിന്നെ വിട്ട് പിരിയത്തില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ വാഗ്ദാനമാണ്, ഇട്ടിമുഴക്കമുള്ള വാഗ്ദാനമാണ്. ഒന്ന് പറഞ്ഞേ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റുന്നതുവരെ നിന്നെ വിട്ട് പിരിയത്തില്ല. അപ്പോൾ അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ ആ വാഗ്ദാനത്തിലാണ് ഈ അഷ്വറൻസിൽ അമ്മ കൂടെ വരണത്. അപ്പോൾ നമുക്ക് അതായത് നമ്മൾ ആദ്യമൊക്കെ ജനങ്ങൾ സഞ്ചാരി മാതാവെന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്കൊരു ചെറിയ ചമ്മലായിരുന്നു. ഇനി പുതിയ മാതാവിനെ ആൾക്കാർ ഇറക്കിക്കൊണ്ട് വരികയാണ്, ഇതിപ്പോൾ സഭ എങ്ങനെ ഇതിനെ കാണുമെന്നൊക്കെ എനിക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സഞ്ചാരി മാതാവെന്നൊന്നും ആരും പറഞ്ഞില്ല. എല്ലാ മാതാവല്ലേ, പിന്നെ എന്തിനാ പുതിയ പേരിടണം. പക്ഷേ ഈ സാക്ഷ്യങ്ങൾ കേട്ട് വരുമ്പോൾ സഞ്ചാരത്തിനേക്കാൾ അപ്പുറത്താണ് സാന്നിധ്യം നൽകണത്. എവിടെയാണ് നിനക്കൊരാവശ്യമുള്ളത്, അവിടെ എന്ത് വിഷയത്തിനാണ് ആവശ്യമുള്ളത്, അവിടെ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റുമ്പോഴോ ഐ വിൽ നോട്ട് ലെറ്റ് യു ഓർഫൺ, ഞാൻ നിന്നെ ഒരു കാലത്ത് നിന്നെ പിരിഞ്ഞു പോകത്തില്ലെന്ന് കൈയിടിച്ച് കർത്താവിനെ സ്തുതിയിടലിൽ ഞങ്ങളോടൊത്ത് സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. കൃപാസനത്തിൻ്റെ അമ്മേ, സാദവരനാവേ, വാഗ്ദാനത്തേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം ദൈവം നിറവേറ്റും. പക്ഷേ ഉടമ്പടിക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ നിറവേറ്റണം, എന്നാലേ ഉടമ്പടി ആകത്തുള്ളൂ. മനസ്സിലായില്ലേ? ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റും. പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റണം. ഇപ്പം ഇവർക്ക് ഈ റിജയ്ക്കൊരു കുഴപ്പമുണ്ട്. കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അവിടെ പ്രശ്നം എന്താ? അവരുടെ പ്രശ്നം അവർക്ക് 10 മണിക്കൂർ ജോലിയാണ്, 12 മണിക്കൂർ ജോലി ചില സമയത്ത് വരും. എന്നിട്ട് പിന്നെ 1 മണിക്കൂർ ഡ്രൈവിംഗ് ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മളൊക്കെ 8 മണിക്കൂർ ദൂരമാണ് ജോലി ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ചിലർ OT-ഒക്കെ എടുത്ത് ജോലി ചെയ്യും. ഇത് സ്ഥിരമായിട്ട് 10 മണിക്കൂറാണ് അവരുടെ വർക്കിംഗ് അവേഴ്സ്. അതാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ വരുമ്പോൾ ടയർഡായി പോകും. ടയർഡായപ്പോൾ ഇവർ പറയണത്, ഞാൻ ആ ഉടമ്പടിയുടെ അരമണിക്കൂർ വചനം വായിക്കത്തില്ല. എന്നിട്ട് ഞാൻ പറയും, ഹസ്ബൻഡ് വായിക്കട്ടെന്ന് പറയും. ഹസ്ബൻഡ് എൻ്റെ ഭർത്താവാണല്ലോ, അപ്പം അദ്ദേഹം വായിക്കുമ്പോൾ അദ്ദേഹത്തെ എൻ്റെ അക്കൗണ്ടിലാക്കുമെന്ന് ഞാൻ. അവർ വളരെ സിൻസിയറായിട്ടാണ് പറയണത്, മാത്തമാറ്റിക്കലായിട്ടാണ് പറയണത്. ഹസ്ബൻഡ് വായിക്കുമ്പോൾ കർത്താവിനോട് ഞാൻ പറയും,
ഹസ്ബൻഡ് വായിക്കുന്നുണ്ട്, അത് എൻ്റെ പേരിൽ നീ ആക്കി എടുത്തേക്കണമെന്ന്. അപ്പോൾ അവർ ഭയങ്കര കമ്മ്യൂണിക്കബിളാണ് ദൈവമായിട്ട്. അതാണ് ഈ വന്നൊക്കെ കൂടെ ഇരിക്കണതേ. ആ വിശ്വസിക്കുമ്പോൾ ഇങ്ങനെ ഒക്കത്തില്ലേ, കിട്ടുക വരുവോ ഇല്ലേ, ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് സംശയിച്ചല്ല. അവർ പറഞ്ഞത് എന്താണ്, എനിക്ക് 10 മണിക്കൂർ വർക്കുണ്ട്, പിന്നെ എനിക്ക് 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും 2 മണിക്കൂർ ഡ്രൈവിങ്ങിന് പോകും. അപ്പോൾ അത് കഴിയുമ്പോൾ എനിക്ക് വായിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഹസ്ബൻഡ് വായിക്കുമ്പോൾ അത് നീ എൻ്റെ അക്കൗണ്ടിലാക്കി നീ അത് വരവ് വെക്കണമെന്ന് പറയും. പക്ഷേ അമ്മ പിറ്റേ ദിവസം വരുമ്പോൾ ഒരു ചുരുൾ കൊണ്ടുവന്ന് കാണിക്കും. എന്താണ് ചുരുളെന്ന് പറഞ്ഞാൽ? എന്താണ്? വചനമാണ്. വചനം നമുക്കറിയാം. വചനത്തിന് ചുരുളെന്നല്ല പറയണത്. അവളത് പറയുന്നുണ്ട്, ഒരു ചുരുൾ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വായിക്കേണ്ടത്, നീ എന്നോട് പറഞ്ഞത്, നീ ചെയ്യാവുന്നതല്ലേ പറഞ്ഞത്, അത് നീ തന്നെ ചെയ്യണം. അതാണ് ചുരുൾ കാണിക്കുന്നത്. അപ്പം നമ്മൾ എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നോക്കണം. അതായത് നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു കുഴപ്പം എന്താ അറിയാമോ? നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം, നിങ്ങളുടെ ആ വിഷയത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവത്തോട് പറഞ്ഞ കാര്യത്തിലല്ല. നിങ്ങൾ ദൈവം ചെയ്ത് തരേണ്ട കാര്യത്തിലാണ് നിങ്ങൾ ദൈവത്തിൻ്റെ അത് പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവത്തിനല്ല. നിങ്ങൾ ദൈവത്തോട് പറഞ്ഞ കാര്യത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവത്തോട് പറഞ്ഞ കാര്യത്തിൽ നിങ്ങളൊന്ന് പ്രാധാന്യം കൊടുത്ത് നോക്കിക്കേ. അപ്പോൾ ഉടമ്പടി എന്താണെന്ന് നിങ്ങൾ അറിയും. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഞാൻ ദൈവത്തിരുസന്നിധിയിൽ ഉടമ്പടി പ്രകാരം അങ്ങയോട് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ വർദ്ധിച്ച അഭിഷേകത്തോടെ ചെയ്യാൻ എനിക്ക് ദൈവകരുത്ത് നൽകണമേ. അഭിഷേകത്താൽ നിറഞ്ഞ് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും നിബന്ധനകളും ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. കാര്യങ്ങളുണ്ടല്ലോ, ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഒരു ടിൻഡു മാനന്തവാടിയുടെ സാക്ഷ്യങ്ങൾ കേട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, സാക്ഷ്യത്തിൽ നിന്നാണ് ഉടമ്പടിയുടെ നിലവാരം നമ്മൾ അറിയണത്, പ്രസൻറ്റ് നിലവാരം. ടിൻഡു മാനന്തവാടി സാക്ഷ്യം എന്താണ്? അവർ മാലദ്വീപ്സിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരവിടെ നിന്ന് പോകാം, അവർക്ക് UK വിദേശത്തേക്കോ ഒരു ഇൻ്റർവ്യൂവും ഇല്ലാതെ, അതുപോലെ തന്നെ ഒരു ഏജൻറ്റും ഇല്ലാതെ ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരുമിച്ച് വിസ കിട്ടിയ ആളാണ്. എന്താ കാര്യം? അങ്ങനെ കിട്ടാൻ കാര്യം എന്താ? ഏജൻറ്റ് പോലും ഇല്ലാതെ എന്താ കാര്യം? ഇവർ കർത്താവിനോട് പറഞ്ഞ കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് ചെയ്ത്. അവരെന്താ പറഞ്ഞത്? അവർ ഒരു കെട്ട് പത്രം വാങ്ങിക്കുന്നതിന് പകരം ഇവർ 2000 പത്രം വാങ്ങിച്ചിരിക്കണം. 2000 പത്രം വാങ്ങിച്ചിട്ട് കേരളത്തിലും തമിഴ്നാടിൻ്റെ അതിർത്തി വരെ, മാനന്തവാടിയല്ലേ, തമിഴ്നാടിൻ്റെ അതിർത്തി വരെ കൊണ്ടുപോയി സ്കൂളുകളിലൊക്കെ കൊടുത്തിട്ട് അവർ പറയുന്ന ന്യായം എന്താണെന്നറിയാമോ? പുതിയ തലമുറ കർത്താവിനെ അറിയണം. അപ്പോൾ കർത്താവിന് വേണ്ടിയുള്ള ഒരു ഉടമസ്ഥ ജോലിയാണ് ചെയ്യണത്. നിങ്ങളെ ചിലരും ഈ ഉടമ്പടി വാടകക്കാരാണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് കർത്താവിന് വേണ്ടി ഒരു ജോലി ചെയ്യുന്നു ഉടമ്പടിക്കാലത്ത്, അതല്ല. അപ്പോൾ വാടകക്കാരും വീട്ടുകാരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും അവരുടെ കാര്യങ്ങൾ മാത്രം നടന്നുവെന്ന് ചിന്തിച്ച് ആകുലപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെ വീട്ടുകാരായിട്ട് കണക്കാക്കത്തില്ല, വാടകക്കാരായിട്ട് കണക്കാക്കത്തുള്ളൂ. ആ ഒരു നിലവാരം മാറ്റിയെടുക്കണം. ഇപ്പം ടിൻഡു എന്താ പറയണത്? പുതിയ തലമുറ കുട്ടികൾക്ക് ഞാനിത് കൊടുക്കും. എന്താ കാര്യം? കുട്ടികൾ ദൈവത്തെ അറിഞ്ഞാൽ ചെറുപ്പകാലം മുതലേ, അപ്പോൾ ദൈവസ്നേഹം ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയണത്. കുട്ടികൾ ദൈവത്തെ അറിയണം. എന്നിട്ട് കുഞ്ഞുങ്ങളോടൊക്കെ അത് പറയും, ദൈവത്തെക്കുറിച്ച് പറയുകയും പത്രം കൊടുക്കുകയും. ഇപ്പോൾ പത്രം കൊടുക്കുന്ന പല ആൾക്കാരും ഈ ആഴ്ച സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർ പത്രം കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസമാണ്. എന്താണ്? അവർക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. കാര്യം ആ മാസത്തെ മുഴുവനും വലിയ സാക്ഷ്യങ്ങളാണ് പത്രത്തിലുള്ളത്. അപ്പോൾ അതായത് പ്രസിൻഡ എന്ന് പറഞ്ഞൊരു മോളെ സാക്ഷ്യം പറഞ്ഞ ദിവസങ്ങളിൽ പ്രസിൻഡ പറയണത്, ഞാൻ എൻ്റെ ജീവിതം തീർന്നു, ഇനി ആത്മഹത്യയെ വഴിയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ദേവാലയത്തിലിരിക്കുകയായിരുന്നു.
അപ്പോൾ ഒരാൾ കൊണ്ടുവന്ന് ആരോ ആളെ ഞാൻ കണ്ടില്ല, എൻ്റെ മടിയിലൊരു കൃപാസനം പത്രം ഇട്ട്. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം, ഇത് ഇന്നലെ അപ്പിയിരിക്കണതാണ്. അതോടുകൂടി ഈ കൃപാസനം ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ ഇത് പറയാൻ വേണ്ടി ഞാനിന്ന് ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അവർ പറയണത്. അവരുടെ ലൈഫ് അത്രയും പോയായിരുന്നു, അത്രയും ലൈഫ്. പക്ഷേ ഇവർ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഇവർ പറയണ ഒരു സംഭവമുണ്ട്. എന്താണ്? എന്നെ വിശുദ്ധ കുർബാനയുടെ കുഞ്ഞാക്കി മാറ്റണം, ഈശോയുടെ സ്വന്തം മോളാക്കി മാറ്റണം. അപ്പോൾ അവർക്ക് അവർ 10, 20, 25 വയസ്സുള്ളതെന്ന് തോന്നണം. പക്ഷേ ഇവർ ആദ്യം ഉടമ്പടി എടുക്കുന്നത് അവിടെ ജോലിയോ ഒന്നുമല്ല, അവിടെ വിവാഹവും അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അവരുടെ കുടുംബത്തിൽ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്, അതൊന്നുമല്ല. ഇവരവിടെ ചെല്ലുമ്പോൾ ആദ്യം എഴുതി വെക്കണേ, എനിക്ക് എന്നെ ഈശോയുടെ മോളാക്കി മാറ്റണേ, എന്നെ വിശുദ്ധ കുർബാനയുടെ ഉപാസകയാക്കി മാറ്റണേ എന്നാണ് ഇവരെഴുതുന്നത്. അവരെങ്ങനെയാണ് അത് എഴുതിയെന്ന് അവർക്കറിയത്തില്ല. അതിനാണ് അവർ ഷീസയുടെ കാത്തലിക്. അപ്പോൾ വിശുദ്ധ കുർബാനയോട് അത്രയും, കാത്തലിക്സാണല്ലേ എല്ലാ ദിവസവും കുർബാന ഉള്ളതും, പറ്റുന്നവരെല്ലാം കുർബാനക്ക് പോകും, കർത്താവിന് സാധിക്കുന്നവരൊക്കെ പോകും. അപ്പോൾ മറ്റു സഭകളിലെ കുർബാന അത്രയും ഒരു മസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ തെറ്റിദ്ധാരണയാണെങ്കിൽ ക്ഷമിക്കട. അതായത് അവർ പറയുന്നതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അവർ പറയുന്ന രീതിയിൽ നിന്നാണ് ഞാൻ ഇത് പറയണത്, അല്ല എൻ്റെ ഒരു അഭ്യൂഹമല്ല. അപ്പോൾ അവർ പറയും. പക്ഷേ എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഓ ഞാൻ അങ്ങനെ എഴുതിയോ എന്ന് പുറത്തിറങ്ങിയ. അത് ഞാൻ കാത്തലിക് അല്ലല്ലോ എന്നാണ് അവർ പറയണത്. അതാണ് പ്രശ്നം, അതാണ് അവർ പറയണത്. ഞാനിങ്ങനെ എഴുതിയോ, ദിവസം പള്ളിയിൽ ദിവസവും കുർബാനയ്ക്ക് പോയിക്കൊള്ളാമെന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അവരെഴുതിയ എന്നെ ഈശോയുടെ മകളാക്കണമേ, എനിക്ക് ദിവസവും കുർബാനയ്ക്ക് പങ്കെടുക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. പക്ഷേ എഴുതി കഴിഞ്ഞ ആൾ പുറത്ത് വന്നപ്പോഴാണ് അടിപ്പം പറ്റി അറിയണത്. ഇങ്ങനെ അവർ ചിന്തിച്ചിട്ടില്ല, കാരണം അവർക്കറിയാൻ പറ്റത്തില്ല. അതിനുള്ള സൗകര്യം അവർ താമസിക്കുന്ന സ്ഥലത്ത് ഇല്ലതാനും. ദിവസം കുർബാനയുള്ള പള്ളി ഇല്ല അവിടെ, ദിവസം കുർബാനയുള്ള പള്ളി അവിടെ ഇല്ല. അപ്പോൾ അവരോർക്കുമേ ഇതെന്ത് പരിപാടി, ഞാനെന്താ ഇങ്ങനെ എഴുതിയത്, എനിക്കിങ്ങനെ എങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റും, എനിക്കതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇവിടെ ഡെസ്പായി നടക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ സഭയിലെ കുർബാന പാട്ട് വെറുതെ വന്ന് തലക്കടിക്കും എപ്പോഴും. ഇവിടെ അതായത് ഈശോ തിരിച്ചു വരെ വിളിക്കാൻ ഉടമ്പടി ഓർപ്പിച്ചുകൊണ്ട്. കാരണം അവിടെ എഴുതിയിരിക്കുന്ന കാര്യം കറക്റ്റാണ്, എനിക്ക് ഈശോയുടെ മകളായി ജീവിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഈശോയുടെ ഹൃദയത്തെ ശരിക്കും അങ്ങ് സ്പർശിച്ചിട്ടുണ്ട്. അവൾ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ കാര്യം, എനിക്ക് വിശുദ്ധ കുർബാന എല്ലാ ദിവസവും കൂടണമെന്ന് എഴുതിയിരിക്കുകയാണ്. അത് ഈശോയുടെ ഹൃദയത്തെ വല്ലാതെ, അതായത് ദൈവത്തിന് വേണ്ടി ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്താൽ ദൈവം പെട്ടെന്ന് നമ്മൾ ഓൺ ചെയ്യും. ഉടമ്പടിയിൽ വരുന്ന ഒരു മരവിപ്പെന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു അകൽച്ച വരണത്. അതുകൊണ്ടൊന്ന് തിരുത്തണമെന്ന് എനിക്ക് തോന്നുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പ്രിൻസയെ പോലെ അങ്ങയെക്കുറിച്ച് ചിന്തിക്കുവാനും അങ്ങയെ ഓർക്കുവാനും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാനും എന്റെ ജീവിതത്തെ ഉടമ്പടി പ്രകാരം പുനർക്രമീകരിക്കണമേ. ദൈവസ്നേഹത്തിൽ എന്തെങ്കിലുമൊക്കെ തീക്ഷ്ണത കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ആരാധനയിൽ അത് പരിഹരിക്കുവാൻ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. അവൻ പറയുന്നത് ചെയ്തിടും.